ഹലോ ഗായ്സ്, നമ്മളിന്ന് കുളു മണാലിക്ക് പോവാണ്. അപ്പോൾ ഞങ്ങളപ്പോൾ കുറേ നേരമായിട്ട് വന്നിട്ട് ഇപ്പോഴാണ് ഞങ്ങൾക്ക് ബസ് കിട്ടിയത്. പിന്നെ ഇവിടെ കിടക്കാൻ ബ്ലാങ്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിപ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങാം ഇവിടെ. ഐ എം സോ എക്സൈറ്റഡ് ഗായ്സ്. ഇവിടുത്തെ സീറ്റൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു, കാരണം നല്ലോണം ഇരിക്കാനൊക്കെ പറ്റും. പിന്നെ കയറിയപ്പോൾ തന്നെ അമ്മ ബ്ലാങ്കറ്റ് പൊടിച്ചങ്ങോട്ട് കയറി. ഞാൻ പിന്നെ എനിക്ക് ഹുഡി ഉണ്ടായിരുന്നു കേട്ടോ, അത് കാരണം അതുകൊണ്ട് സുഖമായിട്ട് അവിടെ ഇരുന്നു. ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങത്തുള്ളൂ. ഹലോ ഗൈസ്, അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞിട്ടാട്ടോ എടുത്തത്. പിന്നെ അവിടുത്തെ എ സി ഒക്കെ ഇട്ടിട്ടുള്ളതാണ്, നല്ല തണുപ്പായിരുന്നു. വെറുതെ അല്ല അമ്മ പുറച്ചും കൂടി കിടക്കുന്ന അവിടെ. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങി. അത് കാരണം എന്തെങ്കിലുമൊക്കെ എടുത്ത് തിന്നണ്ടേ. അപ്പോൾ ഇവിടെ ലേസ് ഇരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അതെടുത്ത് തിന്നാന്ന് ഇരുത്തി ഞാൻ അങ്ങോട്ട്. അപ്പോൾ നമുക്കിന്ന് പെട്ടെന്ന് കഴിച്ചാലോ. ലേസൊക്കെ പൊട്ടിച്ച് അതേപടി എടുത്ത് വിഴുങ്ങി ഞാൻ. പിന്നെ ഇപ്പോൾ ലൈറ്റൊക്കെ ഓഫാക്കിയാൽ നല്ല രസമുണ്ട് അതിൻ്റെ ഒപ്പം ഇരുന്ന് ലേസും തിന്നാൻ. ലൈറ്റ് ഓഫാക്കിയപ്പോൾ തന്നെ പകുതി മുക്കാൽ ആൾക്കാരും കിടന്നുറങ്ങി. ഞാൻ മാത്രം അവിടെ ലേസും തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് വേറെ വഴിയില്ലല്ലോ, എനിക്ക് ഉറക്കവും വന്നില്ല. അപ്പോൾ ഇച്ചിരി നേരം ഇന്ന് ലേസും നേക്കാന്ന് കരുതി. വേറെ അവിടെ കഴിക്കാനായിട്ട് ഉണ്ടായിരുന്നു, എന്നാലും ലേസ് തിന്നുമ്പോൾ ഒരു സുഖമാണ്, കാരണം ലേസ് എടുത്ത് കഴിഞ്ഞു. രാത്രിയിലായിരുന്നു പോയത്, കാരണം പുറത്തേക്ക് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. വണ്ടിയൊക്കെ എന്ന് വെച്ചാൽ ചറ പറയായിരുന്നു ഓടിക്കൊണ്ടിരുന്നത് അവിടെയൊക്കെ കിടന്ന്. നല്ല രസമായിട്ട് ഇരുട്ടത്തോടെ ഇരിക്കാനായി. ഞാൻ ആ സമയത്ത് ബ്ലാങ്കറ്റും കാലിൽ പൊതിച്ചിരിക്കുക, നല്ല തണുപ്പായിരുന്നില്ലേ. പിന്നെ അതിൻ്റെയൊക്കെ ഒരു ലേസ് എടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. കഴിക്കുക ഉറങ്ങുക ഇതല്ലാതെ വേറെ പണിയൊന്നുമില്ല, കാരണം അത് തന്നെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കാതെ തന്നെ. പിന്നെ അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടിയൊക്കെ നല്ല ട്രാഫിക്കായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് പുറത്തേക്ക് റെസ്റ്റോറൻറ്റ് പോയി. ഞാനൊരു കോഫി കുടിച്ചു. നല്ല ചൂടായിരുന്നു കേട്ടോ കോഫിക്കൊക്കെ. നാക്കൊക്കെ നല്ലോണം പൊള്ളിപ്പോയി. പിന്നെ നീണ്ടും എനിക്കും ഇങ്ങോട്ട് ഉറക്കം വരാൻ തുടങ്ങി. പിന്നെ ഉറങ്ങണ്ട, ഉറങ്ങിക്കഴിഞ്ഞാൽ പുറത്തേക്കുള്ള വ്യൂ ഒക്കെ മിസ്സാകുന്ന കരുതി പിന്നെ ഞാൻ ഉറങ്ങാതെ അങ്ങോട്ട് പിടിച്ചു നിന്നു. പിന്നെ ഞാൻ കരുതി ബ്ലാങ്കറ്റും പൊതിച്ച് അവിടെ നിന്ന് ഉറങ്ങാമെന്ന്. എന്നു വെച്ചാൽ ഉറങ്ങാതെ ആ ഒരു ഇതിങ്ങോട്ട് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങോട്ട് നേരെ കയറി കിടന്ന് ഉറങ്ങാമല്ലേ. ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ്. ഇതിപ്പോൾ മോർണിംഗ് ആണ് കേട്ടോ. പിന്നെ ആൾക്കൊരു റെസ്റ്റോറൻറ്റ് നിർത്തി. ഇതാണ് ഞങ്ങളുടെ ബസ്. പിന്നെ ഇതാണ് ആ റെസ്റ്റോറൻറ്റ്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല കാറ്റ്, ഇവിടെ നിന്ന് പറന്നു പോകുന്നവരെയും തോന്നിപ്പോയി. പിന്നെ അവിടെ ഒരു കൊടിയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു, എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കുറേ കൊടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നിങ്ങളെയും കൂടെ ഫ്രണ്ടിലുള്ള വ്യൂ കാണിക്കാമെന്ന്. അപ്പോൾ ഇതാണ് വ്യൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കാറ്റുമായിരുന്നു അവിടെ, കോടമഞ്ഞൊക്കെ ഇങ്ങനെ നിൽക്കണുണ്ടായിരുന്നു. റെസ്റ്റോറൻറ്റ് നല്ല വലുതായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. ബസ്സിലുള്ള യാത്ര അടിപൊളിയായിരുന്നു എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ വീണ്ടും ബസ്സിൻ്റെ അകത്ത് കയറി. പിന്നെ ഉറങ്ങാനുള്ള മൂടൊക്കെ ഇങ്ങോട്ട് പോയി. പിന്നെ ഇവിടെ വെറുതെ ഇരിക്കലായിരുന്നു പണി, വ്യൂവും കണ്ട്. പുറത്തേക്കുള്ള വ്യൂ നല്ല രസമായിരുന്നു. എന്ന് വെച്ചാൽ മലയൊക്കെ വന്നു തുടങ്ങിയിരുന്നു ആ ഒരു രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു നദി കണ്ടു, ഏത് നദിയെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വിശന്ന് വീണ്ടും, അത് കാരണം വീണ്ടും ഒരു ചക്കവറ എടുത്ത് കഴിച്ചു. ലേസല്ല, ചക്കവറ. ചക്കവറ കഴിച്ച് കഴിയുമ്പോൾ പിന്നെ അതെങ്ങനെയെങ്കിലും തൊണ്ടയിൽ നിറങ്ങണ്ടേ, അതൊരു കഷ്ടപ്പാടെന്ന് വെച്ചാൽ കഷ്ടപ്പാടാണ്. പിന്നെ കുറേ നേരം അതും കുറിച്ചിട്ടുണ്ട്. പിന്നെ തൊണ്ടയിൽ നിന്ന് എങ്ങനെയെങ്കിലും ചക്കവറ ഇറങ്ങാനായിട്ട് ഇച്ചിരി ലിംക്കാന്ന് തോന്നുന്നു, ലിംക്ക് എടുത്ത് കുടിച്ചു. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ പുറത്തേക്കുള്ള വ്യൂ. നല്ല കുറേ മലയുണ്ടായിരുന്നു, അതാണ് നല്ല രസമായിരുന്നു കാണാനായിട്ടൊക്കെ. കുളു മണാലിയിൽ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ഹോട്ടലിൽ കയറി. നല്ല വൃത്തിയെന്ന് പറഞ്ഞാൽ അത്ര വൃത്തിയൊന്നും ഇല്ലായിരുന്നു, എന്നാലും കുഴപ്പമില്ല എന്ന് പറയാം. പിന്നെ ഇതവിടുത്തെ മിറർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മിറർ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയത്. ഇന്ന് ഞങ്ങൾ മഞ്ഞ് കാണാൻ ഇറങ്ങിയില്ല, ഇന്ന് അവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങാമെന്ന് കരുതി. പിന്നെ ഇച്ചിരി കൊണ്ട് നടന്നു കഴിഞ്ഞപ്പോൾ ഒരു അമ്പലം കണ്ടു കേട്ടോ. പിന്നെ ഇത് യാക്കിൻ്റെ മണ്ടക്കിരുന്നപ്പോഴാണ് നല്ല പേടിച്ചാട്ടം ഇരുന്നത്. എങ്ങനെയെങ്കിലും ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുമെന്നും പറഞ്ഞിരുന്നപ്പോൾ പപ്പ വന്നു. അവിടെ ചെന്നപ്പോൾ എൻ്റെ ഫേവറേറ്റ് ഫുഡ് കഴിച്ചു, ചൗമീൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നേരെ ഒരു പാർക്കിൽ പോയി, അവിടെ ബോട്ടിങ് ചെയ്തു. അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ചവിട്ടും എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങൾ രണ്ടും കൂടെ കഷ്ടപ്പെടുമായിരുന്നു. എത്ര ചവിട്ടിയിട്ട് അതങ്ങോട്ട് നീങ്ങണില്ല, ഞങ്ങളുടെ മാത്രം റിവേഴ്സ് അടിച്ചു കിടന്നു. പിന്നെ കുറച്ച് പാർക്കിൽ നിന്ന് ഇച്ചിരി കൊണ്ട് നീങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ഇത് കണ്ടായിരുന്നു, ഊഞ്ഞാൽ കണ്ടായിരുന്നു. പിന്നെ അതിൽ കയറി കുറേ നേരം കിടന്നാടി. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് നമുക്ക് പറ്റിയായിട്ട് ഇവിടെ ഒന്നുമില്ല. ആകെ ബോട്ടിങ്ങും ആ പാർക്കിൻ്റെ അകത്ത് ആ ഊഞ്ഞാലും മാത്രമേ ഉള്ളൂ. വേറെ എന്തി കയറി ഇരിക്കും, വേറെ ഒന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും അവിടെ ഭയങ്കര സങ്കടത്തിലായിരുന്നു, എന്ത് കയറണമെന്നൊന്നും അറിയാതെ. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കണ്ടത് സീസോ അവിടെ കിടക്കുന്നു. അപ്പോൾ അതിൽ എൻ്റെ ചേച്ചിയും ഞാനും അന്ന ചേച്ചിയും പിന്നെ എൻ്റെ അമ്മയും കൂടെ ഇരുന്ന് കുറേ നേരം സീസോ കളിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം കളിച്ചു.
അത് കഴിഞ്ഞപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്കിവിടെ ഒന്നുമില്ല. ഊഞ്ഞാലും പിന്നെ സീസോയും മാത്രം, പിന്നെ ബോട്ടിങ്, അല്ലാതെ വേറെ ഒന്നുമില്ല ഇവിടെ. വെറുതെ പൈസ പോയെന്നല്ല, വേറെ ഒന്നും നടന്നില്ല. പിന്നെ ഇത് അന്നു ചേച്ചിയുടെ അമ്മ എൻ്റെ അമ്മയും കൂടെ ഇരുന്ന് ഊഞ്ഞാലാടി കളിക്കുമായിരുന്നു അവിടെ ഇരുന്ന്. ഈ ഒരു ക്യൂട്ട് മുയലിനെടുക്കാൻ ഞാൻ കുറേ പേടിച്ചു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഞാൻ അതെടുത്തു. പിന്നെ രാത്രിയായപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഈ തലയിൽ വെക്കണ ഈ ഒരു സാധനം ഞാൻ മേടിച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ വീട്ടിലെത്തി തിരിച്ച് ചെയ്യുന്നു. വീണ്ടും അവിടെ ഇച്ചിരി ലേസ് ഇരിക്കുന്നുണ്ടായിരുന്നു, അതെടുത്ത് വീണ്ടും ഇരുന്ന് കുറച്ചിരുന്നു അവിടെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഉറക്കം വന്നു. ഗൈസ്, ഇത് ഡേ 1 ആണ്, നാളെ ഡേ 2. അതിൻ്റെ വീഡിയോയും കൂടെ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ ഗുഡ് നൈറ്റ്.